ആളുമായിട്ട് ഇനിയൊരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടനായിപ്പോയി. ഞാനത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പോൾ എനിക്കത് ഒരു ടാസ്ക് വരുമ്പോഴത്തേക്ക് ഞാൻ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതില്ല. ഇത്രയും ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനിയൊരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടനായിപ്പോയി. അങ്ങനെ മണ്ടത്തിനോട് എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നുമില്ല. അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട. അപ്പം അതിനോട് ഞാനത് കണ്ടില്ല. അത് 100 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്നെ ഒരാൾ അയച്ചു തന്നു. ഞാനത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പോൾ എനിക്കത് ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ മേ ബി ഫൈനൽ ഫയറൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചുകൂടെയൊക്കെ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റും. ഇമ്പ്രൂവ്മെന്റ് ഒന്നും അല്ല, എനിക്ക് ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഞാൻ രണ്ടാമത്തെ വരവിൽ എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എനിക്കൊരു സ്ഥലത്ത് പ്രതികരിക്കേണ്ടി വരണം, സംസാരിക്കണം തോന്നുമ്പോൾ ഞാൻ എണീക്കുന്ന സമയത്ത് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായതുകൊണ്ട് എനിക്ക് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലതവണ ഉണ്ടായിട്ടുണ്ട്. ഒരു ടാസ്ക് വരുമ്പോഴത്തേക്ക് ഞാൻ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ ക്യാപ്റ്റൻസിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ എണീറ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല, കാരണം ക്യാപ്റ്റൻസി ടാസ്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് എനിക്ക് മാറി നിൽക്കേണ്ടി വരണം. അങ്ങനെ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഈ തളർവാദ രോഗികൾ വന്ന് ബിഗ് ബോസിൽ കളിക്കുന്ന പോലെ എൻ്റെ രണ്ടാമത്തെ അവസ്ഥ. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ അത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, അത് ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിപ്പോയതാണ്. അപ്പം അതിൽ ഞാൻ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതില്ല. പരാതിയില്ല, ദേഷ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോഴും ഞാൻ പറയുന്നു. അത് തന്നെയാണ് ജാസ്മിനും രശ്മിനും തമ്മിൽ പ്രോബ്ലം ഉണ്ടായി. അത് ആ ഹൗസിൽ അവിടെ മാത്രമല്ല, ഇപ്പോൾ നിങ്ങളെ കണ്ടോയില്ലെന്ന് എനിക്കറിയില്ല, കാരണം നമ്മളോട് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തു വരാൻ നിർബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ പല ഇൻസിഡൻസും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം കൊണ്ടാകുമ്പോൾ ഞാൻ ഇടപെടാറുണ്ട്. കാരണം അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അത് ഒരു അടുത്ത ബിഗ് ബോസുകളിൽ ഒരിക്കലും ഉണ്ടാകാനും പാടില്ല. ഈ ആദ്യം ഹൗസിലേക്ക് എൻ്റർ ചെയ്തു, അതിനുശേഷം പുറത്തു പോയി, തിരിച്ച് രണ്ടാമത് വന്നപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ ഒരു പ്ലാൻ? എങ്ങനെ മുന്നോട്ട് പോകാനായിരുന്നു? എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് വീണ്ടും ഞാൻ ആദ്യം ഇന്നുപോലെ നിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ആൾക്കാരോടുള്ള എൻ്റെ മനോഭാവം ഏറെ വ്യത്യസ്തമായിരുന്നു. അത് എല്ലാവരും വളരെ ജെന്യുവൻ ആയിട്ടുള്ള മനോഭാവമാണെന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മനഃപൂർവ്വം അവരുടെ ഗെയിമിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, അതിൽ കുറച്ച് ആൾക്കാർ. അതുകൊണ്ട് എനിക്ക് അതിനോട് എതിർപ്പുണ്ടായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായ എതിർപ്പുകളെ പറ്റി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പോഴും എനിക്ക് സംസാരിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പം എൻ്റെ പരിമിതികൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ. അപ്പോൾ അതിലെനിക്കൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം അമ്മയെ കണ്ടിട്ട് അമ്മ എന്ത് പറഞ്ഞു? കാരണം ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു പരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ ഞാൻ ബിഗ് ബോസിനകത്ത് വെച്ചാണ് അമ്മനെ കാണുന്നത്, പരിക്കിന് ശേഷം കാണുന്നത്. എന്ത് പറഞ്ഞു അമ്മ? എന്ത് പറഞ്ഞു അമ്മ? അന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടല്ലേ. അമ്മയ്ക്കും അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് എൻ്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം, അപ്പോൾ ആ വ്യക്തി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില്ല. ഞാൻ എന്നെപ്പറ്റി പുറത്തെന്ത് പറഞ്ഞു എന്നുള്ളതല്ല, എൻ്റെ വീട്ടുകാരുടെ ജീവനോട് ഇരിപ്പുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ ഒരു അപകടം പറ്റുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതുകൂടെ പരിഗണിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. കാരണം ഞാൻ ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ വിചാരം ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്ത് ഒന്നെങ്കിൽ വിന്നറാവും അല്ലെങ്കിൽ ടോപ്പ് 5ലേക്ക് എത്തുന്നതാണ്. അല്ലാണ്ട് ഞാൻ ആക്സിഡൻ്റ് ആയി ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്യുന്നതല്ലല്ലോ അമ്മ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് എൻ്റെ അമ്മയെന്നല്ല, ഏതൊരു അമ്മയാണെങ്കിലും ആ സമയത്ത് ആ രീതിയിലായിരിക്കും അവർക്ക് ഇമോഷൻസ് ഉണ്ടാവും.